സാറിന്റെ വൈഫ് കാണാൻ വന്നിട്ടുണ്ട്. ആ, എവിടെ? മുകളിൽ ക്വാർട്ടേഴ്സിലുണ്ട്. ക്വാർട്ടേഴ്സിലോ? ആ, റാം സാർ കൂട്ടിക്കൊണ്ടു പോയതാ. ആ, ആ, പെണ്ണാള് കൊള്ളാം, സുന്ദരി തന്നെ. ആ, അവന്റെയൊക്കെ ഒരു ഭാഗ്യം. സഞ്ജന, താൻ വന്നു. താനെന്താ ഇവിടെ? ഞാൻ ഞാൻ സാറിനെ കാണാൻ വന്നതാ. അപ്പോഴായി സാർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന്. സഞ്ജന ആകെ ടെൻഷൻ അടിച്ചാ വന്നത്. ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതി ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ. താൻ വിളിച്ചാൽ ഞാൻ ഇങ്ങി വരുമായിരുന്നല്ലോ. ഞാൻ സാറിനെ വിളിച്ചു കിട്ടിയില്ല. ഓ ഷിറ്റ്, എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. താൻ വാ, കൊണ്ടുപോക്കോ. ഒരു ദിവസം ഈ പൂ പോലുള്ള പെണ്ണിനെ എന്റെ കയ്യിൽ കിട്ടും. നിന്നോടുള്ള റിവെഞ്ച് ഞാൻ അവളോട് തീർത്തോളാം. താനെന്തിനാ വന്നതെന്ന് പറഞ്ഞില്ല. അത് പറയാം, വീട്ടിലോട്ട് പോകാം. എന്റെ വീട്ടിലോട്ടല്ല, നമ്മുടെ വീട്ടിലോട്ട്. എന്താ സഞ്ജന? പോകാം സാർ. ഏട്ടാ, ഓ നീയും ഉണ്ടോ? എന്താ ഇവിടെ പതിവില്ലാതെ? ഇച്ചു, ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ? സഞ്ജന, താനെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് ഞാൻ സാറിന് തോന്നുന്നുണ്ടോ ഞാൻ സാറിനെ സ്നേഹിക്കുന്നില്ല എന്ന്? താൻ എന്തൊക്കെയായി പറയുന്നേ? സാർ പറ, ഉണ്ടോ അങ്ങനെ? ഇല്ല സഞ്ജന, തനിക്ക് എന്നെ തന്റെ ജീവനേക്കാൾ ഇഷ്ടമാണെന്ന് എനിക്കറിയാലോ. ഞാൻ സാറിന്റെ ഫീലിങ്സിനെ വില കൽപ്പിക്കാതെ ഇരുന്നിട്ടില്ല. എനിക്കറിയാം സാറിന് എന്നോടൊപ്പം ഇരിക്കണമെന്നും സംസാരിക്കണമെന്നും ഉണ്ടെന്ന്. പക്ഷേ ഞാനൊരു സിറ്റുവേഷനിലായിപ്പോയി. എങ്കിലും എന്റെ ചിന്തകളിൽ എപ്പോഴും സാർ മാത്രം. സഞ്ജന, താനിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതൊക്കെ താൻ പറഞ്ഞില്ലേലും എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. സാർ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായി. അയ്യോ അയ്യോ, കഴിക്കുന്ന പറ്റി. അത് ഒന്നുമില്ല സഞ്ജന, ജസ്റ്റ് ഒന്ന് മുറിഞ്ഞത്. ഇത് മരുന്ന് വെച്ചു സാർ, ഞാൻ അറിഞ്ഞില്ല. സോറി സോറി സാർ. ഡോ, തനിക്ക് എന്താ പറ്റിയേ? തന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, എനിക്ക് സാറിനെ കാണണമെന്ന് തോന്നി, കൂടെ ഇരിക്കണമെന്ന് തോന്നി, സംസാരിക്കണമെന്ന് തോന്നി. പിന്നെ പിന്നെ സഞ്ജന, സാർ, ഇച്ചുണ്ട്. പിന്നെ അതിന് താഴെയുള്ള ഈ മറുപടി എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആ താൻ, തന്റെ മനസ്സ് പോലെ സോ ബ്യൂട്ടിഫുൾ. സഞ്ജന, താൻ എനിക്ക് വേണ്ടി ഒത്തിരി സഹിച്ചു, കാത്തിരുന്നു, ഒരുപാട് വേദനിച്ചു. എന്നെ ഇത്രയുമൊക്കെ സ്നേഹിക്കാൻ ഞാൻ തനിക്ക് എത്രയ്ക്ക് പ്രിയപ്പെട്ടതാണോ? അതെന്താ തനിക്ക് അത്രയും സ്നേഹം തോന്നിയത് എന്നോട്? എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാ സാർ. ഈ ജന്മം അടുത്ത ജന്മം എനിക്ക് സാറിന്റെ പെണ്ണായി ജീവിച്ചാൽ മതി. പിന്നെ എനിക്ക് എന്താ അത്രയ്ക്ക് ഇഷ്ടമായെന്ന് സാർ ചോദിച്ചില്ലേ? എന്നെ സാർ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. അന്ന് ആ ഒരു മാസം എനിക്ക് വേണ്ടി സാർ ആ വീട്ടിൽ താമസിച്ചു. എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്തു. ഒടുവിൽ ഞാൻ തന്നെ സാറിനെ മുറിവേൽപ്പിച്ചപ്പോഴും എന്നെ സാർ വെറുത്തില്ല, മോശമായി പെരുമാറിയിട്ടില്ല. ഇതിലും കൂടുതൽ ഒരു പെണ്ണിന് എന്താ വേണ്ടത്? ആളെ ജീവനായി കാണാൻ ഇതിൽ കൂടുതൽ എന്ത് കാരണമാണ് വേണ്ടത്? സാറിന് ഒരു പരിധി സാർ തന്നെ വെച്ചിട്ടുണ്ട്. അതാ ഏറ്റവും നല്ല ക്വാളിറ്റി സാറിൻ്റെ. എന്നെ മാത്രമല്ല എല്ലാ സ്ത്രീകളെയും സാറിന് റെസ്പെക്റ്റാണ്. ആ സാറിൻ്റെ ഭാര്യയാകുന്നത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സഞ്ജന, താനിതൊക്കെ എപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ടോ? ഞാൻ ആ ഒരു മാസം മറക്കില്ല. അന്ന് സാറിനെ ഞാൻ കത്തി കൊണ്ട് കുത്തിയപ്പോൾ, പിന്നീട് ആ മുറിവ് വെച്ച് എന്നെ രക്ഷിക്കാൻ വന്നപ്പോൾ, അന്ന് തോന്നിയതാ ഈ സാറിനോടുള്ള സ്നേഹം. താൻ അന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇത്. പറയാൻ വന്നതാ, പക്ഷേ എൻ്റെ വലിയേട്ടൻ. സഞ്ജന,
ഇപ്പൊ കരയാനുള്ള ടൈമില്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസമായി ഇന്ന്. എന്താ സർ? മനസ്സുകൊണ്ട് നമ്മളൊന്നായി, ഇനിയും ശരീരം കൊണ്ടും നമ്മളൊന്നാകണ്ടേ? പനിമുഖിതളുകളിരവിനെ മൃദുലമായി തഴുകിടുമെന്ന പോൽ നറുവെണ്ണില തൂവല പ്രണയാർദ്രമെന്നുയിരു തഴുകു നീ. അല്ലാ അല്ലാ മേരെ അല്ലാ മേരി ദുആയെ പരി ഇല്ലാ ഇല്ലാ മണ്ണിൽ ഇല്ലാ. തന്റെ ചൂട് ശ്വാസം എന്നെ വീണ്ടും തന്റെ ചുണ്ടുകളോട് അടുപ്പിക്കുന്ന സഞ്ജന. എന്റെ പെണ്ണ്, പൂർണ്ണമായി നിന്നെ ഞാൻ എന്റേത് മാത്രമാക്കാൻ പോവുക, തന്റെ പൂർണ്ണ സമ്മതത്തോടെ. ലവ് യു സഞ്ജന. സഞ്ജന, തനിക്ക് പെയിൻ ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. കതിരൊളികളിൽ പുലരിയ തരളമായി സഞ്ജന, പെയിൻ ഉണ്ടോ? ഈ പെയിനിലൂടെയല്ലേ ഞാൻ സാറിൻ്റെ ആകുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. അല്ലാ അല്ലാ മേരെ അല്ലാ മേരി ദുആയെ പരി ഇല്ലാ ഇല്ലാ മണ്ണിൽ ഇല്ലാ നിന്നെ. സർ, കോഫി. എന്റെ പെണ്ണ്, ഇവളെന്റെ സ്വന്തമായി. എന്റെ പെണ്ണ് എന്റെ ചൂടറിഞ്ഞു കിടന്ന ദിവസം എനിക്ക് ആ നല്ല രാത്രി മറക്കാൻ പറ്റുന്നില്ല. സഞ്ജന, താൻ ഓക്കെയാണോ? പെയിൻ ഉണ്ടോ? ചെറുതായിട്ട്. സാരമില്ല, ഓക്കെയാ ഞാൻ. താനിങ്ങി വന്നേ. ഇന്നലെ ഒരുപാട് വേദനിച്ചു എന്ന് എനിക്കറിയാം, എന്നാലും താൻ പറയൂലല്ലോ. ഇല്ല സർ, ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യം? സത്യം. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. നിക്ക്, എനിക്ക് മതിയാവുന്നില്ല ഈ ചുണ്ടുകളെ രുചിച്ചിട്ട്. സർ, മതി. ആരെങ്കിലും വന്നാ? ആരും വരില്ല. ഏട്ടാ, ഏട്ടാ, കൃഷ്ണൻ വിളിക്കുന്നു. ശ്ശേ, ആ കിച്ചു വരുക. താൻ വാ. ഏട്ടാ, ഫുഡ് എടുത്ത് വെച്ചേക്കുന്നു. കൃഷ്ണേന്ദു, താനിതിനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തേ? ഞാൻ ചെയ്യില്ലായിരുന്നോ? ഞാനാ ഇതൊക്കെ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത്. പുതിയതായി ആരും വരണ്ട ചെയ്യാൻ. ആ കിച്ചു, മതി, ഫുഡ് എടുക്കുക. ജയ് എവിടെ? ജയിന്ന് നേരത്തെ ഓഫീസിൽ പോയി. എന്തോ അർജന്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, സഞ്ജന പോകുന്നില്ലേ? അല്ല, അവിടെയല്ലേ ഇപ്പോ നീ നിൽക്കുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഉണ്ട്. സർ, ഞാൻ പോട്ടെ. താനിനി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? വിഷ്ണുവേട്ടന് കുറെ ഭേദമായി. ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരും, എൻ്റെ സാറിൻ്റെ കൂടെ ജീവിക്കാൻ. പിന്നെ ഒരിക്കലും ഞാൻ സാറിനെ വിട്ടു പോകില്ല. താൻ കിച്ചു പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. അവൾക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ്. താൻ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമം കൊണ്ട് പറയുന്നതാ. അറിയാം സർ. സഞ്ജന, ഐ ലവ് യു. ലവ് യു സർ. താൻ വാ, ഞാൻ കൊണ്ടാക്കാം. മോൾ ഇന്നലെ എവിടെയായിരുന്നു? അമ്മായി പറഞ്ഞു മോൾ ഇന്നലെ എവിടെയാ പോയിന്ന്. എവിടെയോ അല്ല ഏട്ടാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയതാ. ഹരിയുടെ വീട്ടിലോ? അതെ. എന്താ ഏട്ടാ?
ഏയ് ഒന്നുമില്ല. മോള് ചെല്ല്, വിഷ്ണു നോക്കിയിരിക്കുക. വിഷ്ണുവേട്ടൻ എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നേ? അത് പിന്നെ മോളല്ലേ അവന് ഫുഡും മെഡിസിനും ഒക്കെ എടുത്തു കൊടുക്കുന്നത്. ഹരി, താനിപ്പോൾ എടുത്തിരിക്കുന്ന കേസ് കുറച്ച് ക്രൂഷ്യലാണ്. ഒത്തിരി സൂക്ഷിക്കണം. തനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ടാകാൻ സാധ്യതയുള്ള കേസായിട്ട്. അറിയാം സാർ, ഈ കേസ് കൊണ്ട് പലരുടെയും മുഖം മൂടി കഴിഞ്ഞു വീഴും. അതാ എനിക്ക് വേണ്ടത്. ഇവൻ ഇതെന്നെ ഉദ്ദേശിച്ചല്ലോ ആണ് പറയുന്നത്. ഓക്കെ, യു ക്യാരി. തന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കീപ് ഗോയിങ്. വിഷ്ണുവേട്ടാ, ദാ മെഡിസിൻ. വിഷ്ണുവേട്ടന് വേറെ എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട സഞ്ജു. ഉം. സഞ്ജു, തന്റെ കഴുത്തിൽ എന്താ ഒരു പാട്? എവിടെ? ഇത് ഇന്നലെ ഇത് ആ പാടല്ലേ? ഇതങ്ങനെ വിഷ്ണുവേട്ടൻ കണ്ടു. ഇപ്പൊ എന്താ പറയുന്നേ? അത് പിന്നെ കൊതു ഊതിയതാ. ഇന്നലെ സഞ്ജന എവിടായിരുന്നു എന്നാ പറഞ്ഞേ? അത് ഹരിസാറിന്റെ വീട്ടിൽ. താൻ ചെല്ല്. കിച്ചു, താൻ ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും ഇറങ്ങാതെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? എവിടെയായിരുന്നു ഹോം നേഴ്സ്? ഞാനതൊരു കോണിപ്പൊടിയൊന്നും കയറിയില്ലല്ലോ. ഈ 2 സ്റ്റെപ്പ് ഒന്ന് കയറിയതല്ലേ ഉള്ളൂ. എന്റെ കാലിപ്പൻ ഭർത്താവ് ആദ്യം ഒന്ന് ഫ്രഷ് ആകും. ഞാൻ കോഫി തരാം. കോഫി മാത്രമേ ഉള്ളൂ? പിന്നെ വേറെ എന്തോ വേണ്ടേ? പറഞ്ഞാലും നീ തരില്ലല്ലോ, അപ്പൊ പിന്നെ പറയുന്നില്ല. ഓക്കേ. എനിക്ക് തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഒന്ന് വിളിക്കാം. സഞ്ജന, താൻ ഫുഡ് കഴിച്ചോ? കഴിച്ചു സാറോ? ഞാനും കഴിച്ചു. പിന്നെ എന്താ സാർ? എനിക്ക് തന്നെ വേണമിടോ ഇപ്പോ. സാർ? അതെ, തന്നെ വേണം. വല്ലാത്തൊരു തോന്നി. അതിപ്പോ എങ്ങനെയാ സാർ? ഞാൻ ഇവിടല്ലേ? ഞാനങ്ങോട്ട് വരുവാ. വെയിറ്റ്. സാർ, അയ്യോ, ഈ രാത്രി ഞാൻ ആരെ അറിയിക്കില്ല. താൻ വെയിറ്റ് ചെയ്യ്, ഞാൻ ദാ വരുവാ. ശരി, സൂക്ഷിച്ചു വാ സാർ. ഈശ്വര, സാർ വരുന്നില്ലല്ലോ. വന്നു. സഞ്ജന സാർ, എനിക്ക് ശ്വാസം കിട്ടുന്നു. So sorry, Sanjana. I can't control. സാർ, പതുക്കെ. I'll try. അയ്യോ, നേരം എടുത്തു. സാർ എഴുന്നേക്ക്. നേരം എടുത്തു സാർ. മോളെ സഞ്ജു. അയ്യോ, അമ്മായി. എന്താ അമ്മായി? മോളെ എഴുന്നേറ്റില്ലേ? വാ, ഫുഡ് കഴിക്കാൻ. വരൂ അമ്മായി. സാർ, താൻ പാനിക്കാവാതെ ഞാൻ ബാക്ക് ഡോറിൽ കൂടെ ഇറങ്ങിയും പൊക്കോളാം. സാർ. ഓക്കെ, ലവ് യു. ഏട്ടൻ എവിടെയായിരുന്നു ഇന്നലെ? അത് ക്വാർട്ടേഴ്സിലായിരുന്നു. ഏട്ടൻ ഇന്ന് ഓഫീസിൽ പോണ്ടേ? ഇന്ന് പോകുന്നില്ല, നല്ല ക്ഷീണം. ഇതെന്തു പറ്റി? ഏട്ടൻ ഇങ്ങനെ പറയാത്തതാണല്ലോ. സഞ്ജന, എന്താ ഹരി, താൻ വരുന്നില്ലേ? ആ കേസിന്റെ തെളിവെടുപ്പ് ഇന്ന. ഓ ഷിറ്റ്, ഞാനതങ്ങ് മറന്നു. ഞാൻ വരുവാ. മറന്നെന്നോ? തനിക്ക് എന്ത് പറ്റി? ഇങ്ങനല്ലല്ലോ താൻ. അത് ഇന്നലെ കുറച്ച് കൂടിപ്പോയി, അതിന്റെ ക്ഷീണം കൊണ്ട്. എന്ത്? ഞാൻ വരുവാ. ഒരു 10 മിനിറ്റ്. താൻ പതുക്കെ വന്നാൽ മതി. ശരി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ.
ഇങ്ങനെ പോയാൽ ശരിയാവില്ല. വിഷ്ണുവിന്റെ മനസ്സിൽ വീണ്ടും സാഞ്ജനയോടുള്ള സ്നേഹം വരുത്തണം. എന്നാലേ ശരിയാവും. ശരിയാക്കാം. വിഷ്ണു, എന്താ വല്യേട്ടാ? നിനക്കിപ്പോ എങ്ങനെയുണ്ട് വിഷ്ണു? ഇപ്പൊ നടക്കാം, എന്നാലും വോക്ക് സ്റ്റിക്ക് വേണം. ഡോക്ടർ തന്നെ പറഞ്ഞു നിന്റെ റിക്കവറി അത്ഭുതകരമാണെന്ന്. അതെ, അതിനെല്ലാം ക്രെഡിറ്റ് സഞ്ജുവിനാ. അതെ, അവൾക്ക് വിഷ്ണുവിനോടുള്ള സ്നേഹം കൊണ്ടാ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ ഇതിലും സ്നേഹം അവൾക്ക് കൂടിയിട്ടുണ്ട് വിഷ്ണുവിനോട്. ആണോ വല്യേട്ടാ? അതെ വിഷ്ണു, ഹരി അവക്കിപ്പോ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു. അതല്ലേ അവന്റെ അടുത്ത് പോലും അവൾ പോകാത്തെ. അതെയോ വല്യേട്ടാ? ഞാനത് കാണുന്നുണ്ട്. പ്ലാൻ ഏറ്റെന്ന് തോന്നുന്നു. ചേട്ടാ, ഞാൻ ഹരിസാറിന്റെ വീട്ടിൽ പോകാം നാളെ. ഇനി മുതൽ ഞാൻ അവിടെ താമസിക്കുന്നത്. മോളെ, അത് വിഷ്ണുവിന് ഭേദമായിട്ടില്ലല്ലോ. എനിക്ക് ഭേദമായി ഏട്ടാ. സഞ്ജു പോട്ടെ. ഇതിപ്പോ എത്ര മാസമായി ഇവിടെ നിന്ന് നിൽക്കുന്നു. അവൾ പോട്ടെ. മോളെ വന്നോ? കൃഷ്ണന്റെ എവിടെ ഏട്ടാ? അവൾക്ക് നടക്കണമെന്ന് പറഞ്ഞ് അവൾ ബാക്കിയാടിൽ പോയിട്ടുണ്ട്. ഞാൻ റൂമിൽ ചെല്ലട്ടെ. ശരി മോളെ. മതി സർ. സർ മതി പ്ലീസ്, എനിക്ക് അസൈൻമെന്റ് എഴുതാനുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് എഴുതാം. താനി പോവാം. മതി. ഒരു 5 മിനിറ്റ് കൂടെ. സർ സർ. ശരി, താൻ അസൈൻമെന്റ് എഴുതിക്കോ. ലവ് യു സർ. ലവ് യു സജന. പിന്നെ താനിനി എന്നാ ഈ സർ വിളിയൊന്ന് മാറ്റുന്നേ? എന്നാ ഇപ്പൊ തന്നെ മാറ്റാം ഹരിയേട്ടാ. എന്താ വിളിച്ചേ? ഹരിയേട്ടാ. കൊള്ളാം. ശരി, ഞാൻ അസൈൻമെന്റ് എഴുതട്ടെ. അസൈൻമെന്റ് എഴുതാൻ ഞാൻ സഹായിക്കാം. ഇതെന്താ ഹരിയേട്ടാ? ഇങ്ങനെ ഇരുന്ന് ഞാൻ എങ്ങനെ അസൈൻമെന്റ് എഴുതും? ഞാൻ കാണിച്ചു തരാം. ഹരിയേട്ടാ വേണ്ട, ഞാൻ തന്നെ എഴുതിക്കൊള്ളാം. ഹരിയേട്ടാ, നാളെ വെക്കേണ്ടതാ ഏട്ടാ, പ്ലീസ്. ശരി, താൻ എഴുതിക്കോ. ഞാൻ എഴുതി കഴിഞ്ഞ് വരാം. അതുവരെ എൻ്റെ ഹരിയേട്ടനൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ. താനല്ലേ ഇവിടെ പറഞ്ഞേ ആ ചെക്കനെ പേടിക്കണ്ടെന്ന്. അവൻ നമ്മൾ വിചാരിച്ച പോലല്ല, പുലിയാ. മിക്കവാറും എൻ്റെയും തന്നെ കസേര തെറിക്കും ഈ കേസ് കൊണ്ട്. അവനെ ഇനി എന്ത് ചെയ്യാനാ? നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് തന്നെ. അത് തന്നെ ചെയ്യാം. ഹരി, നമ്മൾ സംശയിച്ചതുപോലെ തെളിവുകളെല്ലാം ആ റാമിനെതിരാ. പിന്നെ കൂടെ ആ മന്ത്രിയും. എനിക്കറിയാമായിരുന്നു ശിവൻ, ഇവനായിരിക്കും എല്ലാത്തിനും പിന്നിലെന്ന്. രാജ്യദ്രോഹമാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവന്റെ തൊപ്പി തെറിച്ചിട്ട് ആജീവനാന്തം ജയിലിൽ കഴിയാൻ മാത്രമേ പറ്റൂ അയാൾക്ക്. ഹരി, നീ സൂക്ഷിക്കണം. അവൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ല. നീ ടെൻഷൻ ആവാതെ അശ്വിൻ, അവനൊന്നും ചെയ്യില്ല. എന്തൊരു മഴയത്! ഈ ജനൽ ആരെ തുറന്നിട്ടെ? എന്റെ പെണ്ണ്, she is so beautiful. കറണ്ടും പോയി. സഞ്ജന, അവിടെ മെഴുകുതിരിയുണ്ട്, താനത് കത്തിക്ക്. ശരി. പ്രശ്നം എന്ത്? ഈ മെഴുകുതിരി എവിടാ? ഈ ഫോണിന് വെട്ടമല്ലേ? പേടിക്കണ്ട, ഞാൻ ഹരി. ഹരിയേട്ടാ, ഞാൻ പേടിച്ചു പോയി. എന്താ താൻ തിരയുന്നേ? ഒരു മെഴുകുതിരി. ഇതാണോ? ഇത് തന്നെ. ഹരിയേട്ടാ, നമുക്ക് ഇരട്ടത്തിരിക്കാം. എന്നിട്ട് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ.
അതിനു മുന്നേ എന്താ ആര്യേട്ടാ ഇത്? ഇത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. തനിക്ക് കോളേജിൽ പോകേണ്ടതല്ലേ? ഒരു കുഞ്ഞുവാവ വയറ്റിൽ വന്നാൽ അത് നടക്കൂലല്ലോ. ക്ലാസ്സൊക്കെ കഴിയട്ടെ, എന്നിട്ടാകാം വാവ അല്ലേ? പിന്നെ എന്നും താൻ മരുന്ന് കഴിക്കുന്നത് നല്ലതല്ല. അതിന് പകരമാണ് ഇത്. വാ തുടങ്ങ. വിഷ്ണു, വിഷ്ണു, സഞ്ജു മോൾക്ക് നിന്നോട് പഴയ പോലെ അടുപ്പമുണ്ട്. നിനക്കും അവളെ എപ്പോഴും ഇഷ്ടമാണെന്ന് അറിയാം. ആ ഹരി പക്ഷേ എല്ലാത്തിനും തടസ്സം. അത് നമുക്ക് ശരിയാക്കാം. വലിയേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? വിഷ്ണു, വീണ്ടും നിനക്ക് മോളുടെ ജീവിതത്തിലോട്ട് വന്നൂടെ? ഇതൊരു നല്ല ചോദ്യം വലിയേട്ട. സഞ്ജുനെ എനിക്ക് എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. കണ്ടോ, എനിക്കറിയാം വിഷ്ണു എൻ്റെ മനസ്സ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല വലിയേട്ട. വിഷ്ണു നീ, അതെ, ഞാൻ ഇത്രയും ദ്രോഹിച്ചിട്ടും എനിക്ക് ആപത്ത് വന്നപ്പോൾ എല്ലാം മറന്ന് എന്നെ അവൾ നോക്കി. ആ പെണ്ണിനെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് ഇനിയും ദ്രോഹിക്കണം. അവൾക്ക് ഇഷ്ടം ഹരിയെയാ. നീ എന്തൊക്കെയാ പറയുന്നേ? എന്നെ പരിചരിക്കുമ്പോഴും അവൾക്ക് പറയാൻ അവൻ്റെ കാര്യമേ ഉള്ളായിരുന്നു. അതിലൂടെ എനിക്ക് മനസ്സിലായി സഞ്ജനയ്ക്ക് എത്രത്തോളം ഹരിയെ ഇഷ്ടമാണെന്ന്. എനിക്കിപ്പോൾ അവളൊരു പെങ്ങളെ പോലെയാണ്. ഇനി വലിയ ഇക്കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരില്ല പ്ലീസ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാം നാളെ.